ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. കുറേ നാളായില്ലേ ഞാൻ ഈ സുഖമാണ് സന്തോഷമാണ് എന്നൊക്കെ ചോദിച്ചിട്ടല്ലേ. അപ്പോൾ എല്ലാവരെയും ഞാൻ ഡെയിലി കാണുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ എന്താ പറയാത്തത്. ഇപ്പോൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഫേഷ്യൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. ഇത് രണ്ടുപേർക്കും പറ്റുന്നതാണ്, ബോത്ത് മെൻ ആൻഡ് വിമണിന് പറ്റുന്ന ഒരു ഫേഷ്യലാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഞാൻ ഫസ്റ്റേ തന്നെ പറയാം, ശർക്കരയാണ്. അപ്പോൾ നിങ്ങൾ കേൾക്കുമ്പോൾ കുറച്ച് അയ്യേ എന്നൊക്കെ തോന്നുമെങ്കിലും ശർക്കര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒരു എക്സ്ഫോളിയേറ്റിങ്ങും നന്നായിട്ട് നമ്മുടെ ഫേസ് ബ്രൈറ്റ് ചെയ്യാനും പിന്നെ എന്താ നിങ്ങൾക്കൊരു ഫ്രഷ് ലുക്ക് കൊടുക്കാനും പിന്നെ ഉറപ്പായിട്ട് ഒരു 40-30 വയസ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ റിങ്കിൾസ് ഒക്കെ വരും അല്ലേ, ആ ഒരു റിങ്കിൾസ് ഒക്കെ മാറ്റി ഒന്ന് അടിപൊളിയാക്കി വെക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു ഫേസ് പാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടു ലാസ്റ്റ് വരെ എന്തായാലും മറക്കാതെ ചെയ്യുക. ഇത് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്, അല്ലാതെ ഓവറായിട്ട് ഒന്നും ഞാൻ ഇതിനകത്ത് യൂസ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങ് സ്റ്റാർട്ട് ചെയ്താലോ. അപ്പോൾ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ ഞാൻ ബാലചന്ദ്ര മേനോൻ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു സാധനം ഞാൻ വച്ചേക്കുന്നത് ഫേസിലിട്ട് തലമുടിയൊന്നും വീഴാതിരിക്കാൻ. അപ്പോൾ ഇതില്ല എന്ന് പറഞ്ഞ് വിഷമിക്കൊന്നും വേണ്ട. അപ്പോൾ നമുക്ക് നേരെ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഫേസ് ക്ലെൻസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് ഇതേപോലെ ഒരു ബൗൾ എടുക്കാം. ഇതിനകത്തേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് നല്ല തണുത്ത പാലാണ് കേട്ടോ. ഇത് ഞാൻ ഫ്രിഡ്ജിലായിരുന്നു വച്ചിരുന്നത്, അതുകൊണ്ട് നല്ല തണുത്ത പാലാണ്. കുറച്ചെടുത്താൽ മതി ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ. വെള്ളയായതുകൊണ്ട് സ്ക്രീനിൽ കാണാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇനി ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്ന നെക്സ്റ്റ് ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് എന്താണ്, നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ശർക്കരയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ഇതാ ശർക്കര ആഡ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യാം. ശർക്കര ഈ പാലിൽ കുതിർക്കണം കേട്ടോ, ചൂടൊന്നും ആക്കണ്ട. ജസ്റ്റ് നന്നായിട്ട് നൈസായിട്ട് നിങ്ങളൊന്ന് കത്തി വെച്ചൊന്ന് ചീവി എടുത്ത് കഴിഞ്ഞാൽ തന്നെ ഇതിനകത്ത് മിക്സ് ആവും. കണ്ടോ, കളർ ചേഞ്ച് ആയണ്ടോ, കാണിച്ചാൽ കണ്ടോ, പാലിൻ്റെ ആ വൈറ്റ് കളർ മാറിയിട്ടൊരു ബ്രൗൺ കളർ പോയ ആയത് കണ്ടില്ലേ. അപ്പോൾ ഇതാണ് സംഭവം. ഇനി നമുക്ക് ഫേസ് ക്ലെൻസ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ നന്നായിട്ട് ഫേസ് ക്ലെൻസ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ബാലൻസ് എന്തായാലും വരും കേട്ടോ. ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് കളയൊന്നും ചെയ്യരുത്, വച്ചേക്കണം. നല്ലൊരു മണമുണ്ട് കേട്ടോ. എന്തിൻ്റെ മണമാണ്, നമ്മുടെ പായസത്തിൻ്റെയൊക്കെ ഒരു മണമാണ് ഈ ഒരു പാലും ഈ ശർക്കരയും കൂടെ വെച്ചപ്പോൾ. കഴിക്കാനൊക്കെ തോന്നും, പക്ഷെ കഴിക്കരുത്. നമ്മുടെ ഫേസ് അതാണ് നമ്മുടെ എല്ലാം. പാലെന്ന് പറഞ്ഞാൽ നല്ലൊരു ക്ലെൻസിങ് എഫക്റ്റ് തരുന്ന ഒരു സാധനമാണ്, അതുകൊണ്ട് പാലിനെ നിങ്ങൾ ഒഴിവാക്കരുത്. ഞാൻ എൻ്റെ മുമ്പത്തെ വീഡിയോയിലും ഈ പാല് വെച്ചിട്ടാണ് ക്ലെൻസ് ചെയ്ത് കാണിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങളൊരിക്കലും പാലിനെ അവോയ്ഡ് ചെയ്യരുത്. സോ ജസ്റ്റ് ഒരു ചെറിയൊരു മസാജ് കൊടുത്ത് നിങ്ങളങ്ങ് ക്ലെൻസ് ചെയ്തെടുത്താൽ മതി കേട്ടോ. 1 മിനിറ്റ് അത്രേ ആവശ്യമുള്ളൂ, അതിൽ കൂടുതലൊന്നും നമ്മൾ മെനക്കെട്ട് ക്ലെൻസ് ചെയ്യട്ടെ. ഓൾറെഡി ഫേസ് ക്ലീനൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ വളരെ 1 മിനിറ്റിൽ നിങ്ങളൊന്ന് ക്ലെൻസ് ചെയ്തെടുത്താൽ മതിയേ. ഓക്കെ, അപ്പോൾ ക്ലെൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വാഷ് ചെയ്ത് കളയാം. ഞാൻ തുടച്ചെടുക്കുവാണ്, വാഷ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കാം. ഓക്കെ, ക്ലീൻ ആയിട്ടുള്ള ടവൽ കൊണ്ട് നമുക്കൊന്ന് മുഖം തുടച്ചു കൊടുക്കാം. ഒപ്പി കൊടുക്കാവുള്ളൂ, പിടിച്ചിട്ട് ഉരയ്ക്കുകയൊന്നും ചെയ്യരുത്, അത് ഫേസിന് അത്രയ്ക്ക് നല്ലതല്ല. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫേസിൽ നമ്മൾ സ്ക്രബ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണേ. അപ്പോൾ സ്ക്രബിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തേക്കുന്ന അരിപ്പൊടിയാണ്. ഈ ഒരു അരിപ്പൊടി എന്ന് പറയുമ്പോൾ പുട്ടിന് വറുത്ത അരിപ്പൊടി എടുക്കരുത് കേട്ടോ. ആ ഒരു അരിപ്പൊടി എടുക്കരുത്. നമ്മുടെ ഇടിയപ്പം, പത്തിരി അതിനൊക്കെ പൊടിച്ച് വെച്ചേക്കുന്നില്ല, ആ അരിപ്പൊടി വേണം എടുക്കാൻ. അല്ലാതെ നിങ്ങൾ അരിപ്പൊടി എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫേസ് ഭയങ്കരമായിട്ട് ഹാർഷായിട്ട് സ്ക്രബും, ആ ഒരു സ്ക്രബ് നമുക്ക് വേണ്ട. ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ഹണി ആഡ് ചെയ്ത് കൊടുക്കുവാണേ. ഓക്കെ, വളരെ കുറച്ച് ഹണി ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് പാലും കൂടി ഒഴിച്ചു കൊടുക്കുവാണേ. എന്നിട്ട് നമുക്ക് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം.
ഇങ്ങനെ ഇരിക്കണം, കണ്ടോ? ഇനി ഫേസിലിടാം, സ്ക്രബ് ചെയ്യാം. അരിപ്പൊടി സൂപ്പറാണ്. നിങ്ങൾ മറ്റേ അരിപ്പൊടി എടുക്കരുത്. എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫേസ് അത്യാവശ്യം എന്താ, ഇച്ചിരിയോടെ പാലെടുക്കുവാണെങ്കിൽ കുറച്ച് കട്ടി കൂടിപ്പോയേ. ഈ ഏരിയ ഇവിടെ മൊത്തം ഈ ഏരിയ ആൻഡ് ഫോർഹെഡ്, ഇതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഈ വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ വന്നിരിക്കുന്ന ഒരു സ്ഥലം. അപ്പോൾ ആ ഒരു സ്ഥലം നന്നായിട്ട് ഫോക്കസ് ചെയ്തിട്ട് ഇതേപോലെ സ്ക്രബ് ചെയ്തെടുക്കുക. ഹാർഷ് ആക്കണ്ട, ജസ്റ്റ് ഒരു സ്ക്രബ് കൊടുത്താൽ മതിയേ. അപ്പോൾ സ്ക്രബ് കഴിഞ്ഞിട്ടുണ്ട്, ഇനി ഫേസ് വാഷ് ചെയ്തിട്ട് വരാം. ഓക്കെ, ഇപ്പോൾ ഫേസ് നന്നായിട്ട് സോഫ്റ്റ്, തലയിലൊക്കെ ഉണ്ട്, അത് കാര്യമാക്കണ്ട, നമ്മൾ കുളിക്കുമ്പോൾ ശരിയാവുമല്ലോ. ഇനി ഫേസ് പാക്കിൻ്റെ സമയമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫേസ് പാക്ക് ഉണ്ടാക്കാം. ഈ ഫേസ് പാക്കും കൂടെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഫേഷ്യൽ കംപ്ലീറ്റ് ആവും. അപ്പോൾ നമുക്ക് ഫേസ് പാക്ക് ഇട്ടാലോ. ബൗളിലേക്ക് അരിപ്പൊടി എടുക്കാം. ഫേസിൽ എത്രയാണോ ആവശ്യം അത്രയും അരിപ്പൊടി എടുക്കണം. ഞാൻ എത്ര അരിപ്പൊടി എടുത്തിട്ടുള്ളൂ കേട്ടോ, ഒരു 1.5 സ്പൂൺ. ഇതിനകത്തേക്ക് നെക്സ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ശർക്കരയാണ്. 1 സ്പൂൺ ശർക്കര ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇത് മിക്സ് ചെയ്യാൻ പാകത്തിന് അത്രയും പാല്, കുറച്ച് ലൂസായിട്ട് വേണം വെക്കേണ്ടത്. കാര്യം അരിപ്പൊടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഈ വെള്ളത്തിന് അങ്ങ് അബ്സോർബ് ആക്കും. അതുകൊണ്ട് ഇച്ചിരി കൂടുതൽ പാലൊഴിച്ചിട്ട് മിക്സ് ചെയ്താൽ മതിയേ. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യണം. കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസി വന്നാൽ മതി. കാര്യം നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇത് കുറച്ചൊന്ന് കട്ടിയായി വരും കേട്ടോ. ഇപ്പോഴേ കട്ടിയാകുന്നുണ്ട്, കണ്ടോ. നേരത്തെ കലക്കിയതുപോലെയല്ല, പിന്നീട് ആകുമ്പോൾ അതിൻ്റെ ആ ഒരു ഇതങ്ങ് മാറും. അപ്പോൾ അതുകൊണ്ടിട്ട് കുറച്ച് കൂടുതൽ ഈ കട്ടിയാവുന്ന അനുസരിച്ച് നിങ്ങളുടെ അനുസരിച്ച് പാൽ ആഡ് ചെയ്തുകൊണ്ടിരിക്കണേ. അപ്പോൾ ഇച്ചിരി കൂടെ കട്ടിയായി. ഓക്കെ, ഇനി നമുക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഇതിനകത്തേക്ക് വേണമെങ്കിൽ കുറച്ച് ഇത് ആഡ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ, ഹണി. മണം കൊണ്ട് കഴിക്കാനൊക്കെ തോന്നും, പക്ഷെ കഴിക്കരുത്, നല്ല മണമാണ് കേട്ടോ ഇത്. ഇരുന്ന് ഫേസ് പാക്ക് കട്ടിയാവുന്നുണ്ട്. അപ്പോൾ ഞാൻ ഫേസ് കംപ്ലീറ്റ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കൊരു 20 മിനിറ്റ്സ് വയ്ക്കാം. 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഞാൻ വാഷ് ചെയ്യാൻ നേരത്ത് കാണാം. ബൈ. ഹലോ, അങ്ങനെ ഉണങ്ങിയിട്ടുണ്ട്. ഇത്രയും മതി ഉണങ്ങിയത്, ഒരുപാടൊന്നും ഉണങ്ങണ്ട. ഇനി നമുക്ക് തുടയ്ക്കാം.
വ്യത്യാസം ഓക്കെ ആണല്ലോ അല്ലേ? അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇത് നല്ല അടിപൊളി ഫേസ് പാക്കാണ് എന്ന്. അപ്പോൾ ശർക്കര കൊണ്ട് ആഹാരമല്ല, നമ്മുടെ ഫേസും അടിപൊളിയാക്കാൻ വേണ്ടി പറ്റും. അത്യാവശ്യം വലിയ ചിലവൊന്നും ഇല്ലാത്തല്ലേ, നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ കൊണ്ടിട്ട് നമുക്ക് ഇതേപോലൊരു ഫേസ് പാക്ക് തട്ടിക്കൂട്ടി എടുക്കാം. ചുമ്മാ നമ്മൾ പാർലറിൽ പോയി വെറുതെ ഒരുപാട് പൈസ കളയുന്നതിനെക്കാട്ടിലും നാച്ചുറലായിട്ട് ഇതേപോലെ സെറ്റാക്കി എടുത്താൽ നല്ലതല്ലയോ? ഓക്കെ, അപ്പോൾ ഞാൻ നന്നായിട്ട് ഫേസൊക്കെ വാഷ് ചെയ്ത് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ എന്തായാലും ഇത് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് റിസൾട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിലെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ പറയുക. അപ്പോൾ രണ്ടുപേരും യൂസ് ചെയ്ത് നോക്കുക. ഗേൾസിനും ചെയ്യാം ബോയ്സിനും ചെയ്യാമെന്നുള്ള ഒരു സൂപ്പറായിട്ടുള്ളൊരു ഫേസ് പാക്കാണ്. ഓക്കെ, അപ്പോൾ അധികം ആരും അങ്ങനെ ട്രൈ ചെയ്യാത്തൊരു ഫേസ് പാക്കാണ്. ഇനി നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എപ്പോഴും ചെയ്യൊന്നും വേണ്ട. ഇതേപോലെ ടാൻ അടിച്ച് എവിടെയെങ്കിലും സ്പെഷ്യലായിട്ട് വല്ല ഫംഗ്ഷനും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്തിട്ട് പോയാൽ കഴിഞ്ഞാൽ അപ്പം തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ഗ്ലോ നിങ്ങൾക്ക് ഉറപ്പായിട്ട് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിന് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നതായിരിക്കും. ബൈ ബൈ.